ഇപ്പൊ അവളുടെ രൂപം എന്തായിരിക്കും? സുന്ദരിയായിരിക്കും, അല്ലാതെ പിന്നെ. ആ ആ, അവളിപ്പോ നല്ല കുസൃതിയായിരിക്കും അല്ലേ? റംബുട്ടാൻ നട്ടാൽ മാങ്കോസ്റ്റും കിളിക്കില്ലല്ലോ. അച്ഛന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അടുത്ത കളിക്ക് ബ്ലാക്ക് പാന്തേഴ്സ് നമ്മൾ തോപ്പിക്കണം. 3 ഏഞ്ചൽസിനെ എങ്ങനെയെങ്കിലും പാര വെച്ച് സ്പ്ലിറ്റ് ചെയ്യാനാ അവൾമാര് നോക്കുന്നത്. അത് നടക്കില്ല. നമ്മുടെ ഈ കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ പറ്റില്ല. അതിനി ആര് വന്നാലും സാധിക്കില്ല. നമ്മൾ ഒറ്റ കെട്ടായിരിക്കും. ഗൗരിമോളുടെ അമ്മ ഹൗസ് വൈഫാണ്. വൈഫും കൂടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വരാനിരുന്നതാ, പക്ഷേ ഒരു ചെറിയ തലവേദന. കുറച്ചു ദിവസമായിട്ട് ഷിഫ്റ്റിങ്ങും മറ്റുമായിട്ട് നല്ല തിരക്കായിരുന്നു. എല്ലാം കൂടി അടുക്കിപ്പറക്കി വന്നപ്പോഴേക്കും ഡസ്റ്റ് അലർജിയായി. അതുകൊണ്ടാ വരാതിരുന്നത്. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും കൊണ്ടുവരാം. ഇവിടെ പല രീതിയിലുള്ള കുട്ടികളുണ്ട്. ചിലർക്ക് അച്ഛന്മാരെ കുറിച്ചാ പരാതി. അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, കുട്ടികളെ കെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ. മറ്റു ചില കുട്ടികൾക്കാണെങ്കിൽ അമ്മയെക്കുറിച്ചാ പരാതി. അത് കൂടുതലും പെൺകുട്ടികൾക്ക്. പലതും ശരിയുമാണ്. ചില അമ്മമാർക്ക് മക്കളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. എന്റെ വൈഫ് അങ്ങനെയല്ല. മോളുടെ സ്റ്റഡീസിന്റെ മുഴുവൻ ഗൈഡൻസും അവളാ നൽകുന്നത്. ഓ, എനിക്ക് അതിലൊരു കാഴ്ചക്കാരന്റെ റോള് മാത്രമേ ഉള്ളൂ. അമ്മയും മകളും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റാ. ശരിക്കും പറഞ്ഞ ഗൗരിയുടെ ഒരു മെന്ററാണ് അവളുടെ അമ്മ. ഓ, മോളുടെ ഒരു ചെറിയ കാര്യം പോലും അവൾ അവളുടെ അമ്മയുമായി ഷെയർ ചെയ്യും. വെരി നൈസ്. ഞാനൊന്ന് ഗസ്റ്റ് റൂമിലേക്ക് ഇരിക്കട്ടെ. സ്കൂൾ വിടുമ്പോ മോളെ കൂടെ കൊണ്ടുപോയും ചെയ്യാമല്ലോ. അത് വേണമെന്നില്ല. ഇപ്പൊ തന്നെ ബെല്ലടിക്കും. അടുത്ത തവണ വരുമ്പോ വൈഫിനെയും കൂടെ കൂട്ടിക്കൊണ്ടു വരണം. എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. ഓ, തീർച്ചയായും കൊണ്ടുവരാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. നീ നിന്റെ ഫാമിലി വേറെ ലോക്കൽ ആണല്ലോടി. എന്തൊരു ഷെയ്മാ നിന്റെ അച്ഛൻ ചെയ്തത്. നീ എന്തിനോട് വഴക്കിടാൻ വന്നേണോ? എന്റെ ഫ്രണ്ട് ആയിരുന്നപ്പോ നീ ബെസ്റ്റ് ആയിരുന്നു. ഇവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയപ്പോ നീ വേസ്റ്റ് ആയി. വെറുതെ ഇവൾമാർക്ക് വേണ്ടി സൈഡ് പറയാൻ വരില്ലേ? ഇവളുടെ അച്ഛൻ ലേഡീസിന്റെ കയ്യേക്കറി പിടിക്കാൻ നടക്കുന്ന ആളല്ലേ. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, ഇടിച്ചു നിന്നെ ശരിയാക്കും. നീ മിണ്ടായിരിക്കെ. അവളെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. നീ എന്റെ നേരെ വന്നാ നിന്നെയൊക്കെ ഈ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നീ ചെന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ അമ്മ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവരെപ്പോഴും സത്ത് കാണും. നീ എന്താടി പറഞ്ഞേ? ഇനി നീ ഹിന്ദുവിന്റെ ദേഹത്തോട്ടാ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നിന്നെ ഇടിക്കും. ടീച്ചർമാരൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ കണക്ക് നമുക്ക് പിന്നെ ചേർക്കാം. നീ വാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അവക്ക് രാവിലെ കിട്ടിയത് പോരെന്ന് തോന്നുന്നു. നിങ്ങൾ വാ, നമുക്ക് വാ. നീ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛ ഇപ്പോഴും എന്റെ അമ്മ അന്വേഷിച്ച് നടക്കുക. അച്ഛ എന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. സ്കൂളിൽ എല്ലാരും അറിഞ്ഞു കാണും. നിന്റെ അമ്മ നിനക്ക് തിരിച്ചു കിട്ടും. വേണമെങ്കിൽ ഞാനും സഹായിക്കാം. നീ എങ്ങനെ അന്വേഷിക്കും? ഞാൻ എന്റെ അമ്മയോട് പറയാം. എന്റെ അമ്മയ്ക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ അറിയാം. അമ്മ ഹെൽപ്പ് ചെയ്യും.
നീ വാ. അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ലോനപ്പച്ചേട്ടൻ അറിയാലോ. എല്ലാം അറിയാം. അല്ല, എന്താ ഈ കേസിന്റെ കാര്യങ്ങള്? വിധി ഉടനെങ്ങാനും ഉണ്ടാവോ? എന്തു പറയാനാ, നമ്മുടെ കേസ് നടത്തിക്കൊണ്ടിരുന്ന വക്കീല് മരിച്ചുപോയി. ഇനിയിപ്പോ വേറൊരു വക്കീലിനെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഉടനെ ശരിയാകുമെന്നൊക്കെ അനൂപ് പറയുന്നത്. എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബങ്ങളാ രണ്ടും. സേതുമാധവൻ സാറ് പണ്ട് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം തിരിച്ചു കാണിച്ചത് ലോനപ്പച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഒരത്യാവശ്യം വന്നപ്പോ പലിശ പോലും ഇല്ലാതല്ലേ 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ഞങ്ങള് മറക്കത്തില്ല. ഇത്രയും വർഷമായിട്ടും അത് തിരിച്ചു പോലും ചോദിച്ചിട്ടില്ല. ആ കാര്യം പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പൊ വന്നത്. മോളുടെ വിവാഹം തീരുമാനിച്ചു, അറിയാലോ. ഞാനൊരു സാധാരണക്കാരനാണ്. എന്റെ കയ്യിൽ അധിക സമ്പാദ്യമൊന്നുമില്ല. 3 മാസത്തിനകം വിവാഹം നടത്തണം. ആ പണം ഇതിനുവേണ്ടി ഞാൻ കരുതിയിട്ടിരുന്നതാണ്.